വേടന് ജാമ്യം കിട്ടിയ വിവരം നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും. വേടനെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം. 5 ഗ്രാം കഞ്ചാവ് മാത്രമല്ലേ വേടന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയല്ലേ പുള്ളി ഉപയോഗിച്ചുള്ളൂ. ഇനി വേടന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം? ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ടല്ലേ വേടനെ ഇതേപോലെ പോലീസ് പെട്ടെന്ന് തന്നെ ഏറ്റവും ആദ്യം കഞ്ചാവ് കേസിൽ പിടികൂടുന്നു, പിന്നീട് ഒരു പുലിപ്പല്ല് കേസ് കൂടെ വേടന്റെ തലയിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുന്നു. വേടൻ വളരെ മനോഹരമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന, ലിറിക്സ് എഴുതുന്ന വ്യക്തിയാണ്. വേടന് സപ്പോർട്ട്, അല്ലെങ്കിൽ വേടനെ മാത്രം വേട്ടയാടുന്നു. ഈ രീതിയിൽ ഒരുപാട് വിക്ടിം കാർഡ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട റാപ്പറാണ് വേടൻ. വേടന്റെ വേർഡ്സ് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വേടന്റെ ഓരോ ലിറിക്സ്, അല്ലെങ്കിൽ വേടൻ പറയുന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളിച്ച് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് വേടന് പാടാനും എഴുതാനും അറിയാം. കലാകാരൻ എന്ന രീതിയിൽ വേടൻ സൂപ്പർബാണ്. പക്ഷേ കലാകാരനായാലും ആരായാലും തെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വേടൻ എന്നല്ല ആരായാലും ശരി, അവര് നിയമത്തിന് മുന്നിൽ സമമാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. ആ സമയത്ത് വന്നിട്ട് ജാതിയും മതവും ഇറക്കി വിക്ടിം കാർഡ് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് വെറും ഊള പരിപാടിയാണ്. ഇവിടെ മോഹൻലാലിന്റെ കേസ്, മോഹൻലാലിന്റെ പണ്ടത്തെ ആനക്കൊമ്പ് കേസിനകത്ത് അതേപോലെ അല്ലല്ലോ, മോഹൻലാലിനെ കൈകാര്യം ചെയ്ത പോലെ അല്ലല്ലോ നമ്മുടെ നിയമം ഇപ്പൊ വേടനെ കൈകാര്യം ചെയ്യുന്നേ എന്നൊക്കെ കുറെ പോസ്റ്റുകൾ കണ്ടു. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഏതൊരു പുലിപ്പല്ലോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വേടൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്ത് അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. എൻ്റെ സഹോദരങ്ങളോടാണ്. പുകവലിയും മദ്യപാനവും ഒക്കെ പ്രശ്നമാണ്, ചേട്ടനോട് ക്ഷമിക്കണം, നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, കേസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. വേടൻ പറയേണ്ടത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി. ഒരു ബാഡ് ഇൻഫ്ലുവൻസ് പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് വേടൻ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞിട്ടുമുണ്ട്. ആ തെറ്റ് ഏറ്റുപറഞ്ഞ് വേടൻ അത് തിരുത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് വേടന് കൈയടി കൊടുക്കണം. കാരണം ഇതിനു മുന്നേ ഷൈൻ ടോമിനെയും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കിടന്നു. ഇപ്പൊ ഷൈൻ്റെ സഹോദരനാണെങ്കിൽ പോലും വന്ന് കാണിച്ച പട്ടി ഷോ അല്ലെങ്കിൽ ബോധമില്ലായ്മയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേടൻ എന്താണോ ജനങ്ങളോട് പറയേണ്ടത്, തനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് വേടന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേടന്റെ വാക്കുകളിൽ, അയാളുടെ പാട്ടിൽ, അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയത്തിൽ അയാൾ കാണിക്കുന്ന ഒരു കൃത്യതയുണ്ട്, ഒരു വ്യക്തതയുണ്ട്. അത് ഈ ഒരു മാധ്യമങ്ങളിൽ മുന്നിൽ സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം കാണിക്കുകയുണ്ടായി. ഇനി പുലിപ്പല്ല് കേസുമായിട്ട് ബന്ധപ്പെട്ട് വേടൻ പറഞ്ഞിരിക്കുന്നത്, വേടന്റെ ഒരു വേടൻ ഇഷ്ടപ്പെടുന്ന രഞ്ജിത്ത് എന്നതാണ് പേര്, അയാളാണത് സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കേസുകൾ, കാര്യങ്ങളും അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ വേടന്റെ ഒരു സോങ് ഒക്കെ ഇനി പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപാധികളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ വിക്ടിം കാർഡ് ഇറക്കിയ കുറച്ച് ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുകയുണ്ടായി. ഈ വിക്ടിം കാർഡ് ഇറക്കുന്ന ആൾക്കാർ, നിനക്കൊന്നും ഒരു തരി ബോധമില്ലേ? ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കഞ്ചാവ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 5 ഗ്രാമോ 10 ഗ്രാമോ, ഇപ്പോൾ 1 കിലോയിൽ താഴെ കഞ്ചാവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുക, അതൊക്കെ ശരി തന്നെ. പക്ഷേ കഞ്ചാവ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനുമില്ലേ? ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറെ മാധ്യമങ്ങളടക്കം ഈ സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവരുടെ ഉദ്ദേശം എന്താണ്? ഇനി എക്സൈസ് എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് എക്സൈസിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ പോലീസിന് അല്ലെങ്കിൽ നാർക്കോട്ടിക് സെല്ലിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് വേടനെ പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഷൈൻ ടോമിനെ പോലെ, അല്ലെങ്കിൽ ഖാലിദ് റഹ്മാനെ പോലെ, അതായത് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ ഈ കഞ്ചാവ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവരെ നിമിഷം കൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ പോലീസ് സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കിളിയും പോയി ബോധമില്ലാണ്ട് ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കുറെ അലവലാദികളുണ്ടല്ലോ, അവന്മാരിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവൾമാരിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഈ പറയപ്പെടുന്ന വളരെ കൊമ്പത്തുള്ള ആൾക്കാരെ നിമിഷ നേരം കൊണ്ട് പോലീസിന് പൊക്കാമെന്നുണ്ടെങ്കിൽ നീയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിൽ വന്നാണെങ്കിലും എവിടെ വന്നാണെങ്കിലും പോലീസ് നിന്നെയൊക്കെ പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് മക്കളെ, ഈ കഞ്ചാവും ഈ പറയുന്ന സിന്തറ്റിക് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് നിർത്തിക്കോ എന്നുള്ള മെസ്സേജാണ് പോലീസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എക്സൈസ് അല്ലെങ്കിൽ നാർക്കോട്ടിക് സെൽ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ അറിയുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഈ അറസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ കാണിക്കുന്ന മറ്റൊരു ഊളത്തരമുണ്ട്. ഒരു സൈഡിൽ വന്നിട്ട് വേടൻ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഖാലിദ് റഹ്മാൻ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷൈൻ ടോമിനെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചു, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ന്യൂസ് കൊടുക്കും. എന്നിട്ട് ചർച്ചക്കകത്ത് വന്നിരുന്നിട്ട് പറയും വേടൻ അറസ്റ്റ് ചെയ്തല്ലേ, അപ്പോൾ വേടന്റെ രാഷ്ട്രീയമാണോ, വേടന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം? 5 ഗ്രാം കഞ്ചാവല്ലേ ഉള്ളൂ. അവന്മാരുടെ TRPക്ക് വേണ്ടിയിട്ട് 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് എന്ത് ഊളത്തരും വിളിച്ചു പറയും. അത് നമ്മൾ ഇന്നോ ഇന്നലെയോ കാണാൻ വേണ്ടി തുടങ്ങിയതല്ല. അതുകൊണ്ട് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് വേടന് സപ്പോർട്ടുമായിട്ട് പോകുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളുടെ ആ ബോധമില്ലായ്മ നിർത്തണം. ഇനി ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് വേടൻ 5 ഗ്രാം കഞ്ചാവല്ലേ ഉപയോഗിച്ചുള്ളൂ, അതിനകത്ത് ഇപ്പൊ തെറ്റെന്താണ്, വേടൻ നിങ്ങൾ വേട്ടയാടുകയല്ലേ? വേടൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്നുള്ളത്. പുള്ളിക്ക് മനസ്സിലായി. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അലവലാദികൾക്കാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത്. ഈ സപ്പോർട്ട് ചെയ്യുന്ന വിക്ടിം കാർഡ് അടക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിന്റെയൊക്കെ വീട്ടിലെ നിങ്ങളുടെ മകനോ സഹോദരനോ ഭർത്താവോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വീട്ടിലുള്ള മകളോ ആരെങ്കിലും ഒക്കെയാണ് ഈ പറയപ്പെടുന്ന സാമാനമൊക്കെ വലിച്ചു കയറ്റി ഇതൊക്കെ എടുത്ത് അണ്ണാക്കി കയറ്റുന്നെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യൂ ഇല്ലയോ? അത്രയും ചിന്തിച്ചാൽ മതി. വേടൻ നല്ല കലാകാരനാണ്, ശരിയാണ്. ആ കലാകാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കഞ്ചാവ് വലിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല മക്കളെ. കല വേറെ, കഞ്ചാവ് വേറെ. അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം, മിനിമം ബോധം ഉണ്ടായാൽ മതി. ഇനി ആനക്കൊമ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അവന്മാരിങ്ങനെ പറയുന്നുണ്ട്, ഏതോ മോഹൻലാൽ വലിയ രാജാവ്, വേടൻ ഏതോ താണ ജാതിപ്പെട്ട ആള്. ഞാൻ ഒരു സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, ഈ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഈ സമയത്ത് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ വേടൻ എപ്പോഴാണ് ജാതിപരമായിട്ട് വേട്ടയാടിയിട്ടുള്ളത്? അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് എപ്പോഴാണ് കിട്ടാതെ പോയിട്ടുള്ളത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഖാലിദ് റഹ്മാൻ അറസ്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഷൈൻ ടോമിനെ അറസ്റ്റ് ചെയ്ത പോലെ എല്ലാം സെയിം തന്നെയല്ലേ? അതേപോലെയാണ് വേടനെ പോലീസ് പിടികൂടിയത്. ഇനി വേടന്റെ കാര്യത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇൻട്രസ്റ്റ് പോലീസ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ കോടതി തടഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടും ഉണ്ടാവും. അതെല്ലാം അപ്പോൾ അനാവശ്യമായിട്ട് ഈ വിക്ടിം കാർഡ് ഇറക്കരുത്. ഇനി മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസും ഈ പുലിപ്പല്ല് കേസും രണ്ടും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. അത് കുറച്ചെങ്കിലും ബോധമുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഞാനൊന്ന് പറയാം. ഈ ആനക്കൊമ്പ് കേസ് വരുന്ന സത്യം പറഞ്ഞ 2011 ഈ 2011 മോഹൻലാലിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്താണ് അയാളുടെ വീട്ടിൽ നിന്ന്, അപ്പോൾ മോഹൻലാൽ വീട്ടിലില്ല. അന്നാണ് മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ഈ ആനക്കൊമ്പ് പിടികൂടുന്നത്. ഈ ആനക്കൊമ്പ് എടുത്തുകൊണ്ട് പോലീസ് പോകുന്നു. മോഹൻലാലിനെ പല സിനിമയിലടക്കം അത് കളിയാക്കലൊക്കെ പുള്ളിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. ഈ ആനക്കൊമ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നാട്ടിലേക്ക് എത്തിയതിനു ശേഷം അതിന്റെ രേഖകൾ ഹാജരാക്കി. ഈ രേഖകൾ ഹാജരാക്കി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടില് ഈ ഓണർഷിപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു മൃഗമാണ് ആന. അതായത് ആനയെ നമുക്ക് സ്വന്തമാക്കി അതിന്റെ ഓണർഷിപ്പിൽ വെക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ പുലി ആയാലും കടുവയായാലും സിംഹമായാലും അതിനെ നമുക്ക് ഓണർഷിപ്പിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഓണർഷിപ്പിൽ വെക്കാൻ പറ്റുന്ന സാധനമായത് കൊണ്ട് ഈ ആന എന്ന് പറയുന്ന സാധനത്തിൽ ഇപ്പോൾ ആനയെ ഞാൻ ആനയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓണർഷിപ്പിലാണെങ്കിൽ ആ ആന ചരിഞ്ഞാൽ, അതായത് മരിച്ചു പോയി കഴിഞ്ഞാൽ, മനസ്സിലായല്ലോ, ഞാൻ ആന ചരിയെന്നാണല്ലോ പറയാ. അങ്ങനെയാണെങ്കിൽ ഓണർ എന്ന രീതിയിൽ ആ കൊമ്പ് അതിന്റെ കൃത്യമായിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം ഹാജരാക്കി കഴിഞ്ഞാൽ ആ കൊമ്പ് എനിക്ക് അവകാശപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കി കഴിഞ്ഞാൽ അങ്ങനെ മോഹൻലാലിന് ഒരാൾ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ ആനക്കൊമ്പ്. ഒരാളുടെ ഓണർഷിപ്പിലുള്ള ഒരു ആനയായിരുന്നു. അയാളുടെ പേര് എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാറോ അങ്ങനെ എന്താണ് അയാളുടെ പേര്. ഈ കൃഷ്ണകുമാറിന്റെ ഓണർഷിപ്പിലുള്ള ആനയായിരുന്നു അത്. ആ ആന ചരിഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ അയാൾ തന്നെ, ഈ കൃഷ്ണകുമാറിന്റെ രേഖകളെല്ലാം തന്നെ മോഹൻലാൽ പിന്നീട് ഹാജരാക്കിയുണ്ടായി. അങ്ങനെ അത് കൃഷ്ണകുമാറിന്റെ ആനയാണെന്നും ആ ആന ചരിഞ്ഞതിന് ശേഷമാണ് ആ കൊമ്പ് മോഹൻലാലിന് കൊടുത്തു എന്നും കൃത്യമായിട്ട് മനസ്സിലായി. ഏതാണ്ട് അതിന്റെ രേഖകളെല്ലാം സമർപ്പിച്ച് 2016 ആയപ്പോഴത്തേക്കും ഈ ആനക്കൊമ്പ് മോഹൻലാലിന്റെ പേരിലേക്ക് അത് മാറ്റി. കൃഷ്ണകുമാറിന്റെ പേരിലായിരുന്നു ഏറ്റവും ആദ്യം, പിന്നീട് അതിന്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് മോഹൻലാലിന്റെ പേരിലേക്ക് ആനക്കൊമ്പ് മാറ്റുകയും ചെയ്തു. അങ്ങനെ ആ കേസ് ഏതാണ്ട് പൂർണ്ണമായിട്ട് അവിടെ അവസാനിച്ചതാണ്. ഈ കേസ് അവസാനിച്ചതിന് ശേഷം പിന്നീട് പല ആൾക്കാരുടെ ഹർജി പോയി. ഈ പൊതു താല്പര്യ ഹർജി അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആർക്കാണെങ്കിൽ തന്നെയും കൊണ്ടെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ ഇത് സ്റ്റേ ചെയ്യുകയും പിന്നീട് ഇതങ്ങ് നീണ്ടുപോവുകയും ചെയ്തു കോടതി ഇടപെട്ടുകൊണ്ട്. അതുകൊണ്ടാണ് ആ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഓണർഷിപ്പ് എല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല ഈ പുലിപ്പല്ല് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഈ വേടൻ ഒരിക്കലും ഒരു പുലിനെ ആക്രമിച്ച് കീഴടക്കി ആ പുലിനെ കൊന്ന് അതിന്റെ പല്ലെടുത്ത് കഴുത്തെ കെട്ടിത്തൂക്കി ഇടുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ആ പുലിയെ ആരെങ്കിലും ഹണ്ട് ചെയ്ത് പിടികൂടി ആ പല്ല് പറിച്ചെടുത്തതാണോ, ആ പുലി അല്ലെങ്കിൽ ആ ഒരു മൃഗം അത്
മരിച്ചതിന് ശേഷം ആ പല്ല് സ്വന്തമാക്കിയതാണെന്ന് കൃത്യമായിട്ടുള്ള രേഖകളില്ല. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗമല്ല ഈ പുലി. ഓക്കെ, അതുകൊണ്ട് പുലിപ്പല്ല് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ കയ്യിൽ വെക്കുക, പുലിത്തോല് കയ്യിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് ക്രൈമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വേടന്റെ കയ്യിൽ അതിന്റെ രേഖകൾ ഇപ്പോൾ നിലവിലില്ല. ഏതോ രഞ്ജിത്തോ അങ്ങനെ ഒരാൾ കൊടുത്തതാണെന്ന് മാത്രമേ വേടന് അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആ കേസ് വന്നത്. അതിപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ആ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള മിനിമം ഒരു ബോധം അതുണ്ടായാൽ മതി. അല്ലാണ്ട് ആനക്കൊമ്പ് കേസും ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ താരതമ്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് വേറെ സംഭവമൊന്നുമല്ല. ഞാൻ കണ്ടൊരു പോസ്റ്റാണ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞുപോയി. മോഹൻലാൽ നായരും വേടൻ ഒരു താഴ്ന്ന ജാതിക്കാരനായത് കൊണ്ടല്ലേ, ഇങ്ങനെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായത് കൊണ്ടല്ലേ വേടനെ വേട്ടയാടുന്നേ. വേടന്റെ നിങ്ങൾ ഈ ദയവ് ചെയ്ത് ഈ ജാതി പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ ക്രൈം ചെയ്യുമ്പോൾ കുറ്റം ചെയ്യുമ്പോഴത്തേക്കും എന്തിനാണ് അവിടെ ജാതി വലിച്ചിടുന്നത്? ഈ ഷൈൻ ടോമിനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും, ഖാലിദ് റഹ്മാൻ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി ചോദ്യം ചെയ്തപ്പോഴത്തേക്കും വേറെ എല്ലാ സിനിമാക്കാരുടെ കാര്യത്തിലും ഇത് കാണുന്നില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, എന്തിനാണ് അനാവശ്യമായിട്ട് എടുത്ത് നമ്മൾ വലിച്ചിടുന്നേ? വേടന് പോലും ഇല്ലാത്ത പ്രശ്നമാണ് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫുണ്ടകൾക്കുള്ളത്. നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കഞ്ചാവ് കേസിലാണ് പിടിച്ചേ. ഓക്കെ, അതിപ്പോ 1 കിലോ 2 കിലോ 3 കിലോ കഞ്ചാവ് വെച്ച് പുള്ളി അത് സെയിൽ ചെയ്തതല്ല ഞാൻ പറയുന്നത്. എനിവേ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താ? ആ മിസ്റ്റേക്ക് തിരുത്തിയെടുത്ത്, അല്ലെങ്കിൽ പുള്ളി ആ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് തിരുത്തി. പുള്ളി മികച്ച കലാകാരനാണ്. അപ്പോൾ ആ കലയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഇതില്ലാണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കർ അല്ലേ, പുള്ളി സാമാനൊന്നും വലിച്ചു കയറ്റിട്ടല്ലോ പുള്ളി ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത്. അപ്പോൾ വേടന് നല്ല ലിറിക്സ് എഴുതണമെങ്കിൽ, വേടന് നല്ല സോങ് എഴുതണമെന്നുണ്ടെങ്കിൽ, വേടന് നല്ല രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സാമാനം വലിച്ചു കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ബുദ്ധിയും കഴിവുള്ള ആളാണ് വേടൻ. അപ്പോൾ വേടന് ഇതില്ലാണ്ടും നല്ല സംഗീതം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അത് വേടൻ ചെയ്തോളൂ. അതിന് ഈ അനാവശ്യമായിട്ടുള്ള വിക്ടിം കാർഡ് ഇറക്കിയുള്ള കൂടെ സപ്പോർട്ടുമായിട്ട് കുറെ എണ്ണം വരാതിരിക്കുക. നിനക്കൊക്കെ പറ്റാത്ത പണിയാണ്. അതായത് എന്ത് സപ്പോർട്ട് ചെയ്യണം, എവിടെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പോലും ബോധമില്ലാണ്ട് ജാതിയും മതവും നോക്കിയിട്ട് ഇതിനെ അങ്ങനെ താങ്ങാൻ വേണ്ടി പോകരുത്. അതൊരു ഊള പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മക്കളോ ഭർത്താവോ ഭാര്യയോ പെൺമക്കളോ ഒക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെയും താങ്ങുമോ? അതുകൊണ്ട് ഈ പരിപാടി അങ്ങ് നിർത്ത്. ഈ വിക്ടിം കാർഡ് പരിപാടി അങ്ങ് നിർത്ത്. വേർഡിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആരുപയോഗിച്ചാലും, ഞാനോ നിങ്ങളോ ആര് കഞ്ചാവ് ഉപയോഗിച്ചാലും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചാലും അത് മിസ്റ്റേക്സ് ആണ്, അത് തെറ്റാണ്. അത് തിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. തിരുത്തലിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അത് ചെയ്യാൻ നോക്കുക. അനാവശ്യമായിട്ടുള്ള വിക്ടിം കാർഡ് ഇറക്കി ചുമ്മാ കളിക്കാതിരിക്കുക. അതാണ് എൻ്റെ മാന്യത. ഇനി ഇത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഓക്കെ, ബൈ.